വിശദമായ വാർത്തയിലേക്ക്. ഡൽഹി മദ്യനയ കേസിൽ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത ഇഡിക്ക് മുന്നിൽ ഹാജരായി. കവിതയെ അറസ്റ്റ് ചെയ്താൽ വ്യാപകമായ പ്രതിഷേധത്തിനൊരുങ്ങാൻ ചന്ദ്രശേഖർ റാവു പ്രവർത്തകരെ ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ ഇഡി ആസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ടി ആതിര ചേരുന്നു. ആതിര, എപ്പോഴാണ് കവിത ഇഡിക്ക് മുന്നിൽ ഹാജരായത്? എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? അശ്വതി, അല്പം മുൻപാണ് കവിത ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. 11 മണിക്ക് ഹാജരാകണം എന്നായിരുന്നു ഇഡി നിർദ്ദേശം. കൃത്യം 11 മണിക്ക് തന്നെ കെ കവിത ഇഡിക്ക് മുന്നിൽ ഹാജരായി. വലിയ ആൾക്കൂട്ടത്തിനിടയിലൂടെയാണ് കവിത ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. നിരവധിയായ പ്രവർത്തകർ, BRS പ്രവർത്തകർ, MLA മാർ, BRSന്റെ നേതാക്കൾ, സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരുൾപ്പെടെയാണ് കവിതയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കവിതയുടെ കൂടെ ഇഡി ഓഫീസിലേക്ക് എത്തിയത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ കനത്ത സുരക്ഷയിലാണ് ഡൽഹി ഇഡി ആസ്ഥാനം. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം വലിയ രാഷ്ട്രീയ വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇഡി കേന്ദ്ര സർക്കാരുമായി ചന്ദ്രശേഖർ റാവു ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഏത് വിധേനയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചന്ദ്രശേഖർ റാവുവിനെതിരെയും മകൾക്കെതിരെയും കേന്ദ്ര സർക്കാർ നീങ്ങും എന്ന രീതിയിലുള്ള പ്രസ്താവനകളും ഒക്കെ ആരോപണങ്ങളൊക്കെ BRSന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ചോദ്യം ചെയ്യൽ കവിതയെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കുകയാണ് എന്ന രീതിയിലേക്കുള്ള പ്രചാരണമാണ് BRS നേതാക്കൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധങ്ങളാണ് കവിതയെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ ഉണ്ടായി വരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ വലിയ സുരക്ഷയാണ്, നിരോധനാജ്ഞയാണ് ഈ ഡൽഹിയിൽ ഇഡി ഓഫീസിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹി മദ്യനയ അഴിമതി കേസിലാണ് കവിതയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ വെള്ളിയാഴ്ച ഹാജരാവാനായിരുന്നു നിർദ്ദേശം. പക്ഷേ അത് ഹാജരാവാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇന്ന് ഹാജരാവുകയായിരുന്നു. നമുക്കറിയാം, ഇതിലെ പ്രധാനപ്പെട്ട ഇഡി ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കവിതയ്ക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നതാണ്. ഡൽഹി മദ്യനയം രൂപപ്പെടുത്തുന്നതിനായി ഇടപെട്ട മദ്യ വ്യവസായികൾ ഉൾപ്പെട്ട സൗത്ത് ഗ്രൂപ്പിലെ പ്രതിനിധിയാണ് കവിത എന്നാണ് ഇഡി ആരോപിക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആം ആദ്മി പാർട്ടിയുടെ IT സെൽ മേധാവി വിജയ് നായരും ഒപ്പം കവിതയുടെ ബെനാമി എന്നറിയപ്പെടുന്ന മലയാളി കൂടിയായ കവിതയുടെ ബിസിനസ് പങ്കാളി അരുൺ രാമചന്ദ്ര പിള്ളയും ചേർന്ന് സ്വകാര്യ ലോബികളെ സഹായിക്കാൻ മദ്യനയ അഴിമതിക്ക് ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയിൽ കെ കവിതയ്ക്കും ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയ്ക്ക് പങ്കുണ്ട് എന്നാണ് ഇഡി ഇപ്പോൾ പ്രധാനമായും കെ കവിതയ്ക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം. തീർച്ചയായും ആ സാഹചര്യത്തിലാണ് കവിതയെ ഇന്ന് ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മനീഷ് സിസോദിയ, കേസിൽ കസ്റ്റഡിയിലിരിക്കുന്ന ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള നേരത്തെ സൂചിപ്പിച്ച വിജയ് നായർ, അരുൺ രാമചന്ദ്രൻ പിള്ള, ഇവരെ 4 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് കവിതയാണ്. തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഈ 4 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനെ തികച്ചും രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ് BRS തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്യാനാണ് ചന്ദ്രശേഖർ റാവു ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സുരക്ഷയാണ്, നിരോധനാജ്ഞയാണ് ഡൽഹി ഇഡി ആസ്ഥാനത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ അഥവാ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ നേരത്തെ തന്നെ ചന്ദ്രശേഖർ റാവു ആഹ്വാനം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവളെ അറസ്റ്റ് ചെയ്യട്ടെ, പക്ഷേ അത് ഞങ്ങളുടെ മനോവീര്യം കെടുത്തുന്നില്ല. വലിയ പ്രതിഷേധം ഈ രാജ്യത്ത് ഡൽഹിയിൽ ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ കവിതയും ഇന്നലെ പ്രതികരിച്ചതാണ്. തൻ്റെ പിതാവിനെയും മുഴുവൻ BRS പാർട്ടിയുടെയും പോരാട്ടത്തിനെ ഭീഷണിപ്പെടുത്തുന്ന ഇത്തരം തന്ത്രങ്ങൾക്ക് മുന്നിൽ താൻ മുട്ടുമടക്കില്ല. വളരെ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടത്തിൽ തന്നെ കെ ചന്ദ്രശേഖർ റാവുവും പാർട്ടിയും മകളും തയ്യാറെടുക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷേ വളരെ കൃത്യമായി ഇഡി ഈ മദ്യനയ അഴിമതി കേസിൽ ഗൂഢാലോചനയുണ്ട്, കവിതയ്ക്ക് പങ്കുണ്ട് ഗൂഢാലോചനയിൽ എന്ന തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അശ്വതി, ശരി. ഡൽഹി മദ്യനയ കേസിൽ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത ഇഡിക്ക് മുന്നിൽ ഹാജരായി. ചോദ്യം ചെയ്യൽ അവിടെ തുടരുകയാണ്. ടി ആതിരയാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെ CBI ചോദ്യം ചെയ്യും. ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിലാണ് ചോദ്യം ചെയ്യൽ. ഇന്ന് ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ തേജസ്വിനിയുടെ ഡൽഹിയിലെയും ബീഹാറിലെയും വസതികളിൽ ED പരിശോധന നടത്തിയിരുന്നു. തേജസ്വിയുടെ പിതാവ് ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരിക്കെ നിയമനങ്ങൾക്ക് പകരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഭൂമി തുച്ഛവിലയ്ക്ക് എഴുതി വാങ്ങിയെന്നാണ് കേസ്. കേസിൽ ലാലു പ്രസാദ് യാദവിനെയും ഭാര്യ റാബ്രി ദേവിയെയും CBI ചോദ്യം ചെയ്തിരുന്നു. ത്രിപുര സന്ദർശനം നടത്തുന്ന പ്രതിപക്ഷ MPമാരുടെ സംഘം ത്രിപുര ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പിന് ശേഷം ത്രിപുരയിലുണ്ടായ ആക്രമണങ്ങളെ തുടർന്നാണ് എളമരം കരീം MPയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തുന്നത്. MPമാർക്കെതിരെയും ഇന്നലെ ആക്രമണമുണ്ടായിരുന്നു. കുറ്റവാളികൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം എന്നാണ് MPമാർ ആവശ്യപ്പെടുന്നത്. ഇനി നമ്മൾ ബ്രഹ്മപുരത്തേക്ക് പോവുകയാണ്. കൊച്ചിയിൽ മാലിന്യ നീക്കം നിലച്ചിട്ട് 10 ദിവസം. ചില സ്ഥലങ്ങളിൽ മാലിന്യ നീക്കം പുനരാരംഭിച്ചെങ്കിലും കൊച്ചി നഗരത്തിന്റെ സ്ഥിതി പഴയതുപോലെയാകാൻ ഇനിയും ദിവസങ്ങളെടുക്കും. നഗരത്തിൽ പലയിടത്തും മാലിന്യ കൂമ്പാരമാണ്. ശക്തമായ പ്രതിഷേധത്തിലാണ് ജനം. മാലിന്യ നീക്കം ഇപ്പോൾ ആക്ച്വലി നടക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ ഒരുപാട് അപ്പുറത്തുള്ള വീട്ടുകാരും അവിടെ ഇവിടെയുള്ള ആൾക്കാരും കൊണ്ടെടുത്ത് കൂട്ടിക്കിടക്കുന്നതാണ് ഈ കാണുന്നത്. അല്ല, ഞങ്ങളിവിടെ റൂമിൽ താമസിക്കുന്നതാണ്. ഇത് ആക്ച്വലി ഇപ്പുറത്തുള്ള വീട്ടുകാരും മറ്റുള്ള ആരാന്നറിയില്ല, അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ സാധനം മൊത്തം. മണം അങ്ങനെ അത്രമാത്രം വലിയ സ്മെല്ല് ഇപ്പം ഇല്ല. പക്ഷെ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി തുടരുകയാണെങ്കിൽ എന്തായാലും വിഷയം തന്നെയാണ്. ഇല്ല, ഇപ്പം കുറച്ച് ദിവസമായി വരാറില്ല. ഇപ്പോൾ ഈ മാലിന്യത്തിൻ്റെ സ്മെല്ല് വളരെയധികം ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത്. പിന്നെ വഴി തന്നെ ഇത് കിടക്കുന്ന കാരണം അതുകൊണ്ട് നമുക്ക് വഴി കൂടെ പോകാൻ തന്നെ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത്ര മോശം തരത്തിലാണ് ഇപ്പോൾ മാലിന്യം നിൽക്കുന്നത്. നഗരം നിൽക്കുന്നത് എല്ലാ മൂലയ്ക്കും ഈ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ്. അത്രയും പെട്ടെന്ന് അത് മാറ്റി ക്ലിയർ ചെയ്യണം. വലിയ സ്മെല്ലാണ് കാണുന്നത്. മാലിന്യ നീക്കം നടന്നിട്ട് എത്ര ദിവസമായി? ഇപ്പോൾ ഒരു 8 ദിവസം, 8 ദിവസങ്ങൾ അതിൻ്റെ ഒരാഴ്ചയായിട്ടുണ്ട്. അപ്പം നമ്മളൊരു അഡിസ്റ്റേഴ്മെന്റിൽ നിൽക്കണമെന്ന് മാത്രം. വീട് വാതളത്ത് എല്ലാം സേഫ്റ്റി ആയിട്ട് നിൽക്കുന്ന കാരണം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത്. അതെ, പുറത്ത് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് രക്ഷയില്ലാത്തതാണ്. പ്രശ്നം തന്നെയാണ് മേഡം, പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഇവിടുന്ന് സ്മെല്ലടിച്ചിട്ട് ഇവിടെ എങ്ങും നിൽക്കാൻ പറ്റില്ല. ഈ പഴി കൂടി പോകുമ്പോഴത്തെ വീടുകളിൽ മൊത്തം സ്മെല്ലടിക്കുകയാണ്. പുറത്ത് അവർ എവിടെ കൊണ്ടിരുന്ന് ആർക്കും ഒന്നും ഒരു ഐഡിയ ഇല്ല. വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകുന്നില്ല, കടയിൽ നിന്ന് എടുത്തിട്ട് പോകുന്നില്ല, ഒരു സ്ഥലത്തും ഇത് ചെയ്യുന്നില്ല. അപ്പം എന്താണ് ചെയ്യേണ്ടത് ഒരു ഐഡിയ ഞങ്ങൾക്കില്ല. ഇപ്പം എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ ഞങ്ങൾക്കില്ല. ഇപ്പം എന്താ ചെയ്യേണ്ടത്, എവിടെ കൊണ്ടിടണം, എന്ത് ചെയ്യേണ്ടത്, എവിടെയും കൂടി ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് പ്രശ്നമാണ്. ഇവിടെ നീക്കാനും വയ്യ. അപ്പം എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ ഇല്ലാതെ ഞങ്ങൾ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ നഗരത്തിൽ മാലിന്യങ്ങളുണ്ട്. നഗരത്തിൽ മാലിന്യങ്ങൾ അത് ഇപ്പോൾ കളക്ടറും മേയറും കൂടി കാര്യങ്ങൾ ചെയ്ത് അത് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ആൾക്കാർ പലതും പറയണതാണ്. അവിടെ മാലിന്യങ്ങളില്ല എന്ന് പറയണില്ല. അത് നേരത്തെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലല്ലേ എല്ലാവരും മാലിന്യ സംസ്കാരം ചെയ്തിരുന്നത്. ഇപ്പോഴല്ലേ ഇപ്പം എല്ലാവരും പുറത്തുകൊണ്ടേ കൊടുക്കുകയും ബ്രഹ്മപുരത്ത് ഒരു സ്ഥലം കണ്ടെത്തുകയും അവിടെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുക. പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടായ എല്ലാവരുടെയും വീടുകളിൽ, എൻ്റെ വീട്ടിൽ ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോഴും മുറ്റത്ത് തന്നെ നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിൽ വളമിട്ടിട്ട് അവിടെ വളമായിട്ട് ഉപയോഗിക്കുകയാണ് വർഷങ്ങളായിട്ട്. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുവി, 10 ദിവസമായി കൊച്ചിയിൽ മാലിന്യ പ്രശ്നം രൂക്ഷമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ജനം. ഇത് എന്നത്തേക്ക് പഴയപടിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അധികാരികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, 10 ദിവസമായി കൊച്ചിയിലെ മാലിന്യ നീക്കത്തിൽ ഒരു പരിഹാരമാകാതെ തുടരുകയാണ്. പലയിടങ്ങളിലും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒരുപോലെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ. എന്നാൽ ചിലയിടങ്ങളിൽ മാലിന്യ നീക്കം പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലായിടത്തേക്കും എത്തിയിട്ടില്ല. ഈ മാലിന്യങ്ങൾ എവിടേക്ക് തള്ളും എന്നൊരു ആശങ്ക ഇപ്പോഴുമുണ്ട്. ഒപ്പം ഇന്ന് രാവിലെ ബ്രഹ്മപുരത്തേക്ക് 50 ടൺ മാലിന്യം എത്തിച്ചത് വലിയ വിഷയമായി. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായി. തുടർന്ന് പോലീസ് ഉൾപ്പെടെ എത്തിയതിനു ശേഷമാണ് ഈ മാലിന്യ വണ്ടികൾ അകത്തേക്ക് കടത്തിവിട്ടത്. ഇന്ന് വീണ്ടും, അതായത് സർക്കാരിന്റെ ഒരു തീരുമാനത്തിന്റെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് വീണ്ടും മാലിന്യങ്ങൾ ബ്രഹ്മപുരത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ബ്രഹ്മപുരത്ത് മാലിന്യങ്ങൾ എത്തിക്കില്ല എന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത്. അത് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള നിർദ്ദേശങ്ങളും മാർഗങ്ങളുമാണ് പരിശോധിക്കുന്നത് എന്നാണ് ഇന്നലെ അവലോകന യോഗത്തിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം കാട്ടിപ്പളർത്തിക്കൊണ്ടാണ് ബ്രഹ്മപുരത്തേക്ക് മാലിന്യ ലോറികൾ എത്തിയിരിക്കുന്നത്. ഒപ്പം ഈ വിഷപ്പുകയോടൊപ്പം ഈ മാലിന്യ പ്രശ്നം കൂടെ വരുമ്പോൾ കൊച്ചിയിലെ ഈ ജനങ്ങളുടെ ജീവിതം തീർത്തും കൂനിൽമേൽ ഒരു കുരു എന്ന രീതിയിലേക്ക് മാറുകയാണ്.
ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. എം.കെ. രാഘവനും കൊടിക്കുന്നിൽ സുരേഷും ഉന്നയിച്ചത് പൊതുവികാരമെന്നും പാർട്ടിക്കുള്ളിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നുമാണ് വിമർശനം. പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാറ്റിവെക്കണം. ശശി തരൂരിന്റെ കഴിവുകൾ പാർട്ടി പ്രയോജനപ്പെടുത്തണം. രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിട്ട് ഏറെ നാളായെന്നും ഇങ്ങോട്ട് വിളിക്കാത്തതിനാൽ അങ്ങോട്ടുമില്ലെന്നും കെ മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇല്ല, കോൺഗ്രസ് സമരരംഗത്തുണ്ട്. പക്ഷേ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സമരം നടക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം ഈ സംഘടനയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതിൻ്റെ ഒരു വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വോട്ട് ചേർക്കേണ്ട സന്ദർഭമാണ്. പലയിടത്തും അതൊരു മന്ദിവച്ചിരിക്കുകയാണ്. കാരണം ഈ സ്ഥാനം ഒഴിയാൻ പോകുന്നവർ ഞങ്ങൾ ഒഴിയാണല്ലോ, ഇനി ഞങ്ങൾക്ക് എന്താണ് റോള് എന്നൊരു ചിന്താഗതിയുണ്ട്. സ്ഥാനം കിട്ടാൻ ചാൻസ് ഉള്ളവർ അതായത് സ്ഥാനം കിട്ടട്ടെ എന്നിട്ട് പ്രവർത്തിക്കാം എന്നൊരു ചിന്താഗതിയുണ്ട്. അതാണ് ഇന്നത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഘടകകക്ഷികൾ സമരം ചെയ്യുന്നുണ്ട്, പാർട്ടിയുടെ സമരങ്ങളുണ്ട്, UDFൻ്റെ സമരങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി വോട്ട് ചേർക്കേണ്ട ഒരു സന്ദർഭത്തിൽ അത് ഫലപ്രദമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുനഃസംഘടന നീണ്ടുപോകുന്നതുകൊണ്ടുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത്. ഒരു കൂട്ടായ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാം. എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ ചിലപ്പോൾ നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ പൊതുവായിട്ടുള്ള അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അത് ഒറ്റപ്പെട്ട കാര്യങ്ങളല്ല. കാരണം പുനഃസംഘടന വേഗം പൂർത്തീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ ചില അഭിപ്രായങ്ങളാണ് എം.കെ. രാഘവൻ പി. ശങ്കരൻ അനുസ്മരണ ചടങ്ങിലും കൊടിക്കുന്നിൽ സുരേഷ് പാർട്ടി വേദിക്കകത്തും പറഞ്ഞത്. അപ്പോൾ അത് പൊതുവായിട്ടുള്ളൊരു വികാരമാണ്. ആ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം മുൻകൈ എടുക്കണം. അത് താമസിക്കും തോറും ഇങ്ങനെ ഞാൻ പറഞ്ഞത്, ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ഇതൊന്നുമല്ല, സമരങ്ങളല്ല. സമരങ്ങൾ നടക്കും, സമരങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൽ മാത്രമേ നമ്മുടെ UDFന് ലഭിക്കുമെന്ന് ഉറപ്പുള്ള വോട്ടുകൾ നമുക്ക് പോൾ ചെയ്യിക്കാൻ കഴിയും. ഇലക്ഷൻ ടൈമിൽ എല്ലാം കൂടെ ബഹളമായിരിക്കും. അതുകൊണ്ട് പുതിയ വോട്ടൊന്നും ചേർക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ വോട്ട് ചേർക്കണം. ഞാൻ പറയുന്നത് പുനഃസംഘടന ഉണ്ടെങ്കിൽ ഉടനെ നടത്തുക. അതെല്ലാം നടത്താൻ പ്രയാസമുണ്ടെങ്കിൽ തൽക്കാലം അത് മാറ്റി വെച്ച് വോട്ടർ പട്ടികയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഈ രണ്ടിലൊരു കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം മുൻകൈ എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ അതൊരു അച്ചടക്ക ലംഘനമോ അല്ലെങ്കിൽ പാർട്ടിയെ മോശമാക്കാൻ നടത്തുന്ന ശ്രമങ്ങളോ അല്ല. ഇല്ല, ഞാൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ അഭിപ്രായത്തിൽ തന്നെയാണ് ഇപ്പോൾ. പാർട്ടി ആവശ്യപ്പെട്ടാൽ ലോക്സഭയിലേക്ക് മത്സരിക്കാം. അത് പാർട്ടി തീരുമാനിക്കട്ടെ. അല്ല, അതല്ല ഇവിടെ ഇങ്ങനെ നേതാക്കന്മാർ തമ്മിലൊരു ബാഹുല്യം. പിന്നെ മാത്രമല്ല, എല്ലാ MP-മാരും ഇങ്ങനെ സംസ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തോ ഡൽഹിയിൽ എന്തോ ജയിക്കില്ല എന്നൊരു ഫീലിംഗ് ജനത്തിനുണ്ടാവും. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് താങ്കൾ 65 വയസ്സ്, ഞാൻ ശരിയാണെങ്കിൽ 65 വയസ്സാണ് താങ്കൾക്ക് ഇപ്പോൾ. അപ്പോൾ ഈ താങ്കളെ പോലെ ഒരു മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അനുഭവ പരിചയമുള്ള ഒരു നേതാവ്, അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുന്ന ഒരു പ്രതീതി ജനിക്കുമ്പോൾ അത് പ്രവർത്തകർക്കിടയിൽ ഒരു നിരാശ ഉണ്ടാകില്ല. കർണാകരനെ സ്നേഹിക്കുന്ന അതല്ല, അതിപ്പോൾ ഇത് നോക്കിയിട്ടൊന്നുമല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കും. അതൊക്കെ അറിയേണ്ടവർ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇടിക്കാനും തള്ളാനൊന്നുമില്ല. അതാണ് ആ കാര്യം പറഞ്ഞത്. അവിടെ ചെന്ന് ഇടിച്ചു തള്ളിയിട്ടൊന്നും നിൽക്കുന്നില്ല. ഞാൻ ഇവരുടെ ആരുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സവും നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പാർലമെൻറ്റിലേക്ക് പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കുക, ജനങ്ങൾ ജയിപ്പിച്ചാൽ പാർലമെൻറ്റിലേക്ക് പോകാം. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാനതുകൊണ്ടാണ് അന്വേഷിക്കുക. അല്ല, ഞങ്ങളിപ്പോൾ രണ്ടുപേരും കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ് നിന്നിരുന്നത്. ഇപ്പം അതിന് ഗ്രൂപ്പൊന്നും ഇല്ലല്ലോ. ആ നിലയ്ക്ക് പിന്നെ അങ്ങനത്തെ ഒരു റിലേഷനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അല്ല, ഇപ്പോൾ ഞങ്ങളൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് കുറേ നാളുകളായി. അല്ല, ആരും ഇങ്ങോട്ടും വിളിച്ചില്ല, ഞാൻ പിന്നെ അങ്ങോട്ടും വിളിച്ചില്ല, അത്രയേ ഉള്ളൂ. അതേസമയം KPCC എന്തെങ്കിലും നടപടിയെടുത്തതായി അറിയില്ലെന്നും കെ മുരളീധരനും M.കെ. രാഘവനും കോഴിക്കോട് പറഞ്ഞു. കത്തൊന്നും കിട്ടിയിട്ടില്ല. കത്തിൻ്റെ രൂപം എന്താണെന്ന് അറിഞ്ഞാലല്ലേ താക്കീതിൻ്റെ രൂപം എന്താണെന്ന് അറിയാൻ പറ്റൂ. കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കത്ത് അയച്ചാൽ കിട്ടാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ലല്ലോ.
വാട്സപ്പിലും ഇതിലൊക്കെ എന്താ ഞാൻ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല. പിന്നെ നിങ്ങളുടെ ചാനലിൽ കണ്ട വാർത്ത മാത്രമേ എനിക്കുള്ളൂ. അതെന്താണെന്ന് അറിഞ്ഞാലല്ലേ മറുപടി പറയാൻ പറ്റൂ. ഏതായാലും കത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് നമുക്ക് പ്രതികരിക്കാം. കത്ത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതാ ഞാൻ പറഞ്ഞു. അല്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി പാർട്ടി പ്രവർത്തനം നിർത്തണം എന്ന് പറയുകയാണെങ്കിൽ നിർത്താൻ തയ്യാറാണ്. പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന നേരത്തെ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ മതി. പിന്നെ വായ തുറക്കുന്നില്ല. പാർട്ടി വേദി എവിടെയാണ് പാർട്ടി വേദി? പാർട്ടി വേദി എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യം പറഞ്ഞതും എക്സിക്യൂട്ടീവ് വിളിക്കണം എന്ന് പറഞ്ഞൊക്കെ പാർട്ടി വേദിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ കത്ത് കിട്ടിയാലല്ലേ എന്താണെന്ന് പ്രതികരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി നിങ്ങളുടെ സേവനം ഇനി പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നിൽക്കാമല്ലോ. ഏതായാലും കത്ത് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. നിങ്ങളെപ്പോലെ ഞാനും അറിഞ്ഞു, ഒരു വിവരവും എനിക്കില്ല. അറിയാത്തവിടുന്ന് എനിക്കെന്ത് പറയാൻ പറ്റും? അല്ല, ഒന്നും എനിക്ക് പറയാനില്ല. അല്ല, എനിക്ക് യാതൊരു വിവരവുമില്ല. നിങ്ങൾക്കേ അറിയൂ വിവരം. നിങ്ങളാണ് എല്ലാം പറയുന്നത്. എനിക്കൊരു വിവരവുമില്ല. അല്ല, എനിക്കൊരു വിവരമില്ല. മനസ്സിലായില്ലേ? എനിക്കെന്ന വിവരം കിട്ടണ്ടേ? നിങ്ങളാണ് എല്ലാം സൃഷ്ടി സ്ഥിതി സംഹാരമെല്ലാം നിങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളാണ് പറഞ്ഞത്, ഞാനല്ല. ഞാൻ അറിയില്ല. അറിയാത്ത കാര്യം ഞാനിങ്ങനെ പറയും. നേതാക്കളോട് വിശദീകരണം തേടിയെന്ന വാർത്ത KPCC നിഷേധിച്ചു. അടിസ്ഥാനരഹിതമായ വിവരങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. കക്കുകളി എന്ന നാടകം സാംസ്കാരിക കേരളത്തിന് അപമാനമെന്ന് KCBC. സന്യാസി സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും നാടകം വില പറയുന്നു. വാസ്തവം തിരിച്ചറിഞ്ഞ ഇത്തരം സൃഷ്ടികളെ നിരുത്സാഹപ്പെടുത്താൻ സാംസ്കാരിക സമൂഹം തയ്യാറാകണം. അടിയന്തരമായി ഈ നാടകത്തിന്റെ പ്രദർശനം നിരോധിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും KCBC ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്തുകൊണ്ടാണ് KCBC നാടകത്തെ എതിർക്കുന്നത്? എന്താണ് അവരുടെ വാദങ്ങൾ? അശ്വതി, ഇതിൽ KCBC തുടക്കത്തിൽ അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നാടകത്തിനും സാഹിത്യരചനകൾക്കും എക്കാലവും വ്യക്തമായ സാമൂഹ്യ പ്രസക്തിയുണ്ട്, അതിനെ അംഗീകരിക്കുന്നു. അത് എല്ലാ കാലവും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇത്തരം ഈ ചരിത്രപരമായ വസ്തുതകളെ തള്ളി നീക്കുന്ന നാടകങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അത് ചരിത്രത്തെ അപനിർമ്മിക്കുന്ന ഗണത്തിൽപ്പെടുന്നതാണ്. അതിനെ മഹത്വവൽക്കരിക്കാൻ കഴിയില്ല. കക്കുകളി എന്ന നാടകം ഈ ഗണത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടാണ് KCBC സ്വീകരിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന KCBC പ്രസിഡന്റ് ക്ലിമീസിന്റെ അധ്യക്ഷതയിൽ കർദിനാൾ ക്ലിമീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ സംവിധാനങ്ങളുടെ സംരക്ഷണയിൽ കഴിയുന്നതിനേക്കാൾ ഒട്ടനവധി അനാഥരും രോഗികളുമായവരെ കത്തോലിക്ക സന്യാസിനിമാർ പരിരക്ഷിക്കുന്നു. ഇവരുടെ എല്ലാം ആത്മവിശ്വാസത്തിനും അഭിമാനത്തിനും എല്ലാം വില പറയുന്നതാണ് നാടകം. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ഈ നാടകത്തിന് സംസ്ഥാന സർക്കാരിന്റെ അന്തർദേശീയ നാടകമേളയിൽ ഉൾപ്പെടെ സ്ഥാനം ലഭിച്ചു. ഈ കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ നാടകത്തിന് വലിയ പ്രചാരം നൽകുകയാണ്. ഇത് അത്യന്തം അപലപനീയമാണ് എന്നാണ് KCBC പറയുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. അടിയന്തരമായി ഈ നാടകത്തിന്റെ പ്രദർശനം നിരോധിക്കാൻ ആവശ്യമായി സർക്കാർ ഇടപെടണമെന്നാണ് KCBC ആവശ്യപ്പെടുന്നത്. ശരി ഡാനി, ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണം. ഗുരുതരമായ ഈ അഴിമതി അന്വേഷിക്കണം. ഇതിന്റെ ഉത്തരവാദിത്വമുള്ള ആളുകളെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇതുവരെ ഇതിന്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ ഒരു നീക്കവും സർക്കാർ നടത്തുന്നില്ല. ഇത് പാർട്ടിക്കാർക്കും സ്വന്തക്കാർക്കും വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് എന്നാണ് ആളുകൾ ഇത് പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെങ്കിൽ വിശദമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. കുറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു ഭാഗത്ത് കാര്യങ്ങൾ ഒരു FIR പോലും ഇടാൻ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കൊച്ചി പോലെ കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം 10-11 ദിവസമായി വീർപ്പുമുട്ടുകയാണ്. ഈ പുക ശ്വസിച്ച ആളുകൾക്ക് നിരവധി ആളുകൾക്ക് അസുഖമുണ്ടാകുന്നു. പല ആളുകൾക്കും ആശുപത്രിയിൽ അഭയം തേടേണ്ടി വരുന്നു. എന്നിട്ടും സർക്കാർ അനങ്ങുന്നില്ല, കോർപ്പറേഷൻ അനങ്ങുന്നില്ല. ജനങ്ങൾ എന്ത് ചെയ്യണം? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട അവിടുത്തെ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. മറ്റു വാർത്തകളിലേക്ക്. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ CPM-ൽ അവ്യക്തത തുടരുകയാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന നിലപാട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയുടെ പണി മാനനഷ്ട കേസ് കൊടുക്കലല്ലെന്നും തോമസ് ഐസക്കും കടകംപള്ളിയും മാനനഷ്ട കേസ്
കൊടുക്കണമോ എന്ന് അവർക്ക് തീരുമാനിക്കാമെന്നുമാണ് MV ഗോവിന്ദന്റെ പുതിയ നിലപാട്. എന്ത് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്? അതല്ലേ അത് രാഷ്ട്രീയല്ലേ? അത് രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്. മറ്റേ ഇതെന്താ എനിക്ക് അറിയില്ലാത്ത ഒരാൾ പോയിട്ട് എന്നെ പറ്റി പറഞ്ഞല്ലേ പറഞ്ഞു. അത് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അയാൾക്ക് എന്നെ അറിയില്ല അയാൾ പറഞ്ഞു. അതിലും ഇല്ലാതെ ചീറ്റി പോയ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ച് പൊട്ടിക്കൊണ്ടെന്ന് തന്നെ പൊളിഞ്ഞ് താമ്പോറായി പോയിരിക്കുകയാണ്. തിരക്കഥ തയ്യാറാക്കുന്നവർക്ക് ആദ്യം വരെ പൊട്ടിപ്പോകുന്ന തിരക്കഥ ഉണ്ടായി കൊടുത്താൽ മോശമല്ലേ? പേര് തന്നെ കൃത്യത ഇല്ലാതെ കൊണ്ട് 2 പത്രങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ? ഞാനതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മൾ യാതൊരു പറയുന്നില്ല, ഇനി പറയേണ്ടിയില്ല. എന്തിന്റെ കാര്യത്തിനാ? സ്വീകരിക്കും, അത് സ്വീകരിക്കും. പറഞ്ഞേ അത് അവരോട് ചോദിക്കേണ്ടിയാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? എന്നോട് ചോദിക്കും എന്താ കാര്യം? ഒരു ആവശ്യമില്ലാതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു ഗൗരവവും ഇല്ലാത്ത കാര്യമാണ്. തോന്നിയ പോലെയുള്ള കാര്യങ്ങൾ ആരോപിക്കുകയാണ്. പൂർത്തിയായി. അതായത് പാർട്ടിയെ ചോദിച്ചിട്ടുണ്ട്. ഇനി വേറെ കൊടുക്കട്ടെ. ആരാ പാർട്ടി ചോദിച്ചില്ല? ഞങ്ങൾക്ക് ഇതൊന്നും മൂടി വെക്കാനില്ല, ഒരു ചുക്കും ഇല്ലാതില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ സ്വപ്നം ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കടത്തുകാർക്ക് നേരെ എടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്താ പ്രശ്നം? EP ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തത വേണമെങ്കിൽ EP-യോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുടെ അജണ്ട പത്രക്കാർ തീരുമാനിക്കേണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി എന്തെല്ലാം വരുന്നു? സംസ്ഥാന കമ്മിറ്റി വരുന്നതെല്ലാം നിങ്ങൾ പറയണോ? അതാ ഞാൻ പറഞ്ഞു, സംസ്ഥാന കമ്മിറ്റി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ പറയണോ? സംസ്ഥാന കമ്മിറ്റിയിലോ? എവിടെയാ? അത് നിങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എനിക്കോട് ചോദിച്ചാൽ മതി. പറയട്ടെ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ C ബാബുവിനെതിരെ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയും SDPI ബന്ധം ആരോപിച്ചുള്ള ചെങ്ങന്നൂരിലെ പ്രവർത്തകരുടെ കൂട്ടരാജിയും സ്ഥിരീകരിച്ച് CPM. ബിബിനെതിരായ പരാതികൾ പലതവണ പരിഹരിക്കാൻ ശ്രമിച്ചതാണെന്ന് വ്യക്തമാക്കുന്നതിനിടയിൽ ബിബിനിൽ നിന്ന് ഭാര്യയ്ക്ക് മർദ്ദനമേറ്റു എന്ന കാര്യവും നേതൃത്വം അംഗീകരിച്ചു. ഇരു വിഷയങ്ങളിലും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അറിയിച്ചു. ആലപ്പുഴയിലെ CPM-നെ പ്രതിസന്ധികൾ ഒന്നൊന്നായി വിടാതെ പിന്തുടരുന്നതിനിടയിലേക്കാണ് ജനകീയ പ്രതിരോധ ജാഥ കടന്നുവരുന്നത്. അടുത്തിടെ പാർട്ടിയെ പിടിച്ചുലച്ച ചെറിയനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ഉയർന്ന SDPI ആരോപണവും പ്രവർത്തകരുടെ കൂട്ടരാജിയും ജില്ലാ സെക്രട്ടറി R നാസർ സ്ഥിരീകരിച്ചു. പരാതി നിലനിൽക്കുന്നുണ്ടെന്നും ജാഥയ്ക്ക് ശേഷം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും അറിയിച്ചു. അതവിടെ നമ്മൾ ചർച്ച ചെയ്ത് എന്നെ കിട്ടിയാൽ അതവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ച ചെയ്തപ്പോൾ തീർക്കും. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരാതി ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അതേസമയം കായംകുളത്തെ CPM ഏരിയ സെന്റർ അംഗവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിബിൻ C ബാബുവിനെതിരെ DYFI മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവായ ഭാര്യ നൽകിയ പരാതി കീറാമുട്ടിയായി പാർട്ടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അനാശാസ്യത്തിന്റെ പേരിൽ മകളെ മർദ്ദിച്ച് അവശയാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ അച്ഛൻ ഏരിയ ജില്ലാ നേതൃത്വങ്ങൾക്ക് നൽകിയ പരാതി നൽകി ആഴ്ചകൾ കഴിഞ്ഞിട്ടും വിഭാഗീയ ചേരിതിരിവിന്റെ പേരിൽ ബിബിനെ സംരക്ഷിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് സംഭവം ശരിവെച്ചുകൊണ്ടുള്ള നേതാക്കളുടെ പരസ്യ പ്രതികരണം. ആരെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കം വന്നു ഒരു പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സംബന്ധിച്ച് അവർക്കുണ്ടൊരുക്കല്ല പരാതി. അവിടെ ഒരു പരാതി ഇവിടെ തന്ന പരാതി അവിടെ പരിശോധിച്ച് അവരെ യോജിപ്പിക്കാൻ വേണ്ടി ശ്രമത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കും. അത്ര പേരെ എല്ലാം ഇടപെട്ട് സംസാരിപ്പിച്ചത്. ഞങ്ങൾ പ്രധാനമായും അതിന് പ്രാമുഖ്യം നൽകിയത് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കഴിയുന്നത്രോളം പരിഹരിച്ച് അവർക്കൊരു പുതിയ വീട് വെച്ച് താമസം മാറി. ഒരു മാസം മുമ്പാണ് ആ പുതിയ വീട്ടിലേക്ക് അവർ താമസം മാറി, രണ്ടാളും കൂടി. ഞങ്ങളെല്ലാം പോയിരുന്നു അവിടെ. പക്ഷെ അപ്പോഴും ഇത്രയും രൂക്ഷമാണ് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അന്നേരം ഞങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല. എന്നാൽ അതിനുശേഷം പരാതിയായി ഞങ്ങളുടെ മുമ്പിൽ വന്നു. ആ പരാതി അവിടെ ചർച്ച ചെയ്തതിന് ശേഷം ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. രണ്ടാളോടും അത് പറഞ്ഞിട്ടുണ്ട്, രണ്ടാളുടെയും കുടുംബാംഗങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം. ബിബിനെതിരെ കർശന നിലപാട് കൈക്കൊള്ളുമെന്ന് വ്യക്തമാക്കുമ്പോഴും അടിയന്തര പ്രാധാന്യമുള്ള പരാതിയിൽ തെളിവുകളടക്കം ലഭിച്ചിട്ടും എങ്ങനെ നടപടി വൈകുന്നുവെന്ന ചോദ്യം CPM-ന് മുന്നിൽ നിൽക്കുന്നു. ഇതിനു പുറമെ ലഹരിക്കടത്ത്, വിഭാഗീയത തുടങ്ങിയ വിഷയങ്ങളിലെ കമ്മീഷൻ റിപ്പോർട്ടുകളും പ്രതിരോധ ജാഥയ്ക്ക് ശേഷം അവതരിപ്പിക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ സംസ്ഥാന നേതാക്കന്മാരുടെ പ്രതിരോധ യാത്രയ്ക്ക് ശേഷം ആലപ്പുഴയിലെ പാർട്ടിയിൽ പല നിർണായക നടപടികളും പൊട്ടിത്തെറികളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.
ഇടുക്കിയിൽ കാട്ടാന ആക്രമണം തുടരുകയാണ്. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ഇടുക്കിയിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം. ചിന്നക്കനാൽ BL റാമിലാണ് ചക്കക്കൊമ്പൻ ഇറങ്ങിയത്. ആന പാഞ്ഞെടുത്തതോടെ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് ഒരാൾക്ക് പരിക്കേറ്റു. രാജകുമാരി സ്വദേശി സുരേഷിനാണ് പരിക്കേറ്റത്. ബൈക്ക് ആന തകർത്തു. സുരേഷിനെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെ മുരളീധരന് മറുപടിയുമായി രമേശ് ചെന്നിത്തല. പാർട്ടിയിലെ അച്ചടക്കം എല്ലാവർക്കും ബാധകമാണെന്ന് ചെന്നിത്തല പറഞ്ഞു. തനിക്കും അച്ചടക്കം ബാധകമാണ്. അഭിപ്രായങ്ങൾ പാർട്ടി വേദികളിൽ പറയണം. അഭിപ്രായം പറയാൻ വേദികൾ ഉണ്ടാകണമെന്നും ചെന്നിത്തല പറഞ്ഞു. പാർട്ടി ഹൈക്കമാൻഡ് എടുക്കേണ്ട നടപടികളാണ്. അവരെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യം. അല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം പറയേണ്ട വേദികളിൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം. അല്ല, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പാർട്ടി അച്ചടക്കം എല്ലാവർക്കും ബാധകമാണ്. ഞാനടക്കമുള്ള എല്ലാവർക്കും പാർട്ടി വേദികൾ ഉണ്ടാകണം. പാർട്ടി വേദിയിൽ പറയാനുള്ള അവസരങ്ങളും ഉണ്ടാകണം. സ്വന്തം പേരിൽ അക്കൗണ്ട് ഇല്ലാത്ത ബാങ്കുകളിൽ നിന്നും മൊബൈൽ ഫോണിലേക്ക് നിരന്തരം മെസ്സേജുകൾ വരുന്നതായി പരാതി. കൊല്ലം മയ്യനാട് സ്വദേശിയായ വീട്ടമ്മയുടെ 2 ഫോണുകളിലേക്കാണ് അക്കൗണ്ടിൽ പണം എത്തിയെന്ന സന്ദേശം നിരന്തരം ലഭിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ മുതൽ റിസർവ് ബാങ്കിന് വരെ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. മേലിൽ ഇനി ഒരു കുടുംബത്തിന് ഈ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, ഒരു സ്ത്രീക്കും. അതുകൊണ്ടാണ് രോഗികളായ ഞങ്ങൾ മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ സങ്കടം പറയുന്നത്. ഞങ്ങൾക്കൊരു നീതി നേടിത്തരണം. മയ്യനാട് ആലുംമൂട് നന്ദനത്തിൽ പ്രവീണയ്ക്ക് താനും കുടുംബവും അനുഭവിക്കുന്ന വേദനയും ദുരിതവും പറഞ്ഞു മുഴുമിക്കാനായില്ല. ഭർത്താവും മകനുമടക്കം 3 പേരും വിവിധ രോഗങ്ങളാൽ വലിയ ബുദ്ധിമുട്ടിലാണ്. അതിനിടയ്ക്കാണ് ബാങ്കുകളിൽ നിന്ന് നിരന്തരം എത്തുന്ന ഈ മെസ്സേജുകൾ. SBIയിലോ സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ പ്രവീണയ്ക്കോ കുടുംബാംഗങ്ങൾക്കോ അക്കൗണ്ടില്ല. പരാതിക്ക് കൃത്യമായ മറുപടി ലഭിച്ചില്ലെങ്കിലും SBIയിൽ നിന്ന് മെസ്സേജ് വരുന്നത് അവസാനിച്ചു. എന്നാൽ പ്രവീണയുടെ 2 മൊബൈൽ നമ്പറുകളിലേക്കും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഇപ്പോഴും മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതും ഒരാളുടെ അക്കൗണ്ട് വിവരങ്ങൾ മാത്രം. അതാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് പോലും എനിക്കൊരു നീതിയില്ല. ഞാനും എൻ്റെ കുടുംബം എന്ന് വെച്ചാൽ രോഗികളാണ് 3 പേരും. ഞങ്ങൾ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ഈ ഓമന വേലായുധൻ എന്ന് പറയുന്ന സ്ത്രീയുടെ അക്കൗണ്ട് നമ്പറിലേക്ക് ദിനം പ്രതി പണം വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തട്ടിപ്പാണ് നടന്നതെന്നുള്ളത് സൈബറിൽ കൊടുത്തിട്ട് പോലും ഒരു നീതിയില്ലാത്ത സ്ഥിതിക്ക് ഈ പ്രശ്നത്തിലൊരു നീതി നേടിത്തരണം. കൊട്ടിയം പോലീസ്, കൊല്ലം കമ്മീഷണർ, DGP, മുഖ്യമന്ത്രി, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ബാങ്കേഴ്സ് കമ്മിറ്റി, ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ, റിസർവ് ബാങ്ക് എന്നിവിടങ്ങളിലെല്ലാം പരാതി നൽകിയിട്ടും നടപടി മാത്രം ഇപ്പോഴും അകലെയാണ്. ന്യൂസ് 18 കൊല്ലം. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ യുവാവിന് മർദ്ദനം. കടയ്ക്ക് മുന്നിലിരുന്ന യുവാവിനെ 3 പേർ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രകോപനം എന്താണെന്ന് വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. ചുട്ടുപൊള്ളുന്നു. സംസ്ഥാനത്തെ കൊടും ചൂടിൽ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം തുടരുകയാണ്. സംസ്ഥാന പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർമാർ, വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് കാട്ടുതീയിൽ കനത്ത നാശമെന്ന് കണക്കുകൾ. വേനൽക്കാലത്ത് കത്തിനശിച്ചത് 309 ഹെക്ടർ വനഭൂമി എന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം മാത്രം 133 സംഭവങ്ങളാണ് ഉണ്ടായത്. കാട്ടുതീ പലതും മനുഷ്യനിർമ്മിതമെന്ന വിലയിരുത്തലുണ്ട്. 14 ഇടങ്ങളിൽ കേസെടുത്ത് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലെ സസ്യോദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നു. 33 ഏക്കറിലെ സസ്യോദ്യാനം ആദ്യമായാണ് പൊതുജനങ്ങൾക്കായി തുറക്കുന്നത്. ഔഷധ സസ്യങ്ങൾ, പന്നൽ ചെടികൾ, ഇഞ്ചിവർഗ്ഗങ്ങൾ, ജലസസ്യങ്ങൾ, കള്ളിച്ചെടികൾ, ഓർക്കിഡുകൾ, സ്വദേശിയും വിദേശിയുമായ അപൂർവയിനം വൃക്ഷങ്ങൾ എന്നിവയുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ സസ്യോദ്യാന ശേഖരത്തിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത്. വംശനാശം നേരിടുന്ന സസ്യങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമാണ് സസ്യോദ്യാനം. വൃക്ഷോദ്യാനം ഉൾപ്പെടെ 33 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡനെ കേന്ദ്ര ജൈവ വൈവിധ്യ അതോറിറ്റി ദേശീയ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി അംഗീകരിച്ചിട്ടുണ്ട്. കാഴ്ചപരിമിതിയുള്ളവർക്കായി ടച്ച് ആൻഡ് ഫീൽ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡന്റെ പ്രത്യേകതയാണെന്ന് ബോട്ടണി വിഭാഗം മേധാവി സന്തോഷ് തമ്പി പറഞ്ഞു.
ഈ വിഭാഗത്തിൽ 60-ലേറെ ഇനങ്ങളിലുള്ള സസ്യങ്ങളെ അവയുടെ ഗന്ധത്തിലൂടെ തിരിച്ചറിയാൻ കഴിയും. 1972 അന്നത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന പ്രൊഫസർ BK നായർ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ, സിംഗപ്പൂർ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഡയറക്ടറായിരുന്ന RE ഹോൾട്ടോ ചേർന്നിട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് ഇങ്ങോട്ടുള്ള 50 വർഷത്തിലേറെ കാലഘട്ടത്തിൽ ഈ ഗാർഡനിൽ നിരവധി അപൂർവയിനം ചെടികളുടെ ശേഖരം തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുമുള്ള ഇഞ്ചി വർഗ്ഗങ്ങൾ, വാഴകൾ, പന്നൽ, ഓർക്കിഡുകൾ, പിന്നെ ഓരോ വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും ചേർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സംരക്ഷണ പ്രാധാന്യമുള്ള നിരവധിയിനം ചെടികൾ എല്ലാം പ്രത്യേകം ഗ്രീൻ ഹൗസുകളിലായിട്ട് ഇവിടെ നട്ടുവളർത്തുന്നുണ്ട്. ആനത്താമര മുതൽ ഇരപിടിയൻ ചെടികൾ വരെയുള്ള സസ്യവൈവിധ്യം ഇവിടെയുണ്ട്. കാനനപാതയിലൂടെ നടന്നാസ്വദിക്കാനുള്ള അപൂർവ അവസരമായിരിക്കും ഈ പ്രദർശനം. പ്രദർശനത്തോടനുബന്ധിച്ച് അലങ്കാര ചെടികളുടെ വിൽപ്പനയുമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ചിത്ര പ്രദർശനങ്ങൾ പതിവ് കാഴ്ചയാണ്. എന്നാൽ തിരുവനന്തപുരം മ്യൂസിയം ആർട്ട് ഗാലറിയിൽ പാലിയം ഇന്ത്യ ഒരുക്കിയിരിക്കുന്ന ചിത്ര പ്രദർശന വിൽപ്പന മേളയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. മഞ്ഞുതുള്ളി 2023. കാലിടറിയപ്പോൾ പകച്ചുപോയവരെയും ഒറ്റപ്പെട്ടുപോയവരെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്തു പിടിക്കാൻ പാലിയം ഇന്ത്യ ഒരുക്കുന്നതാണ് ഈ ചിത്ര പ്രദർശന വിൽപ്പന മേള. ദീർഘകാല പരിചരണം വേണ്ടുന്ന രോഗികൾക്ക് സമാശ്വാസം നൽകുന്ന ഒരു സംഘടന. ആ സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിൻ്റെ ധനശേഖരണാർത്ഥമാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 2014 മുതൽ നമ്മൾ ഈ മേള സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന മിക്ക ചിത്രങ്ങളും സൗജന്യമായിട്ട് കലാകാരന്മാർ അവരെ പ്രതിഫലമൊന്നും പറ്റാതെ തന്നെ നമ്മുടെ പാലിയം ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ നിർധനരായ രോഗികളെ സഹായിക്കുന്നതിനുള്ള നമ്മുടെ സംരംഭത്തിന് അവരും കൂടി കൈകോർക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒപ്പം സൈക്കോളജി പഠിക്കുന്നുണ്ടായിരുന്നു. സൈക്കോളജി പഠിച്ചു, മാസ്റ്റേഴ്സും എടുത്തു. അപ്പോൾ പാലിയം ഇന്ത്യയിൽ ഇപ്പോൾ ജൂനിയർ സൈക്കോളജിസ്റ്റായിട്ട് ഫെബ്രുവരി മുതൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ കയറി ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് പറയുന്നത് ഇങ്ങനൊരു പരിപാടി മഞ്ഞുതുള്ളി എക്സിബിഷൻ നടത്തുന്നുണ്ട്. 2020 വെച്ച് ഇതിൻ്റെ വെർച്വൽ എക്സിബിഷനിൽ ചേർന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഭാഗമായി അങ്ങനെ ഇവിടെ വന്നു. മേളയുടെ ആന്തരിക സൗന്ദര്യം തന്നെയാണ് ശ്രദ്ധയാകർഷിക്കുന്നത്. ഇതൊരു നല്ല ഒരു ഏർപ്പാടാണ്. നമുക്കിപ്പോൾ വരയ്ക്കുന്നവർക്ക് ഒരു നല്ല മനസ്സിന് നല്ല ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇനിയും വരയ്ക്കണമെന്നോ തോന്നലുണ്ടാകും. നല്ലതാണ്. വളരെ നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ചുള്ളത്. നമ്മളോടൊപ്പം തന്നെ സഹജീവികളെ നമ്മൾ ചേർത്ത് പിടിച്ച് അവർക്കും കൂടെ ഇതിനകത്തൊരു നമ്മളിൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് അവരെ കൂടെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം. തളർന്നുപോയവർക്ക് താങ്ങാകാൻ കുറച്ച് കലാകാരന്മാർ ഒത്തുകൂടിയപ്പോൾ മഞ്ഞുതുള്ളി 2023 ഹിറ്റായി. ചിത്രപ്രദർശന വിൽപ്പന മേള ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. നാടും നഗരവും ചൂടിൽ വെന്തുരുകുമ്പോൾ റോഡിലെ വെള്ളക്കെട്ടിൽ ആശ്വാസം കണ്ടെത്തുന്ന പ്രാവുകളെ കാണാം. ആലപ്പുഴയിലെ EMS സ്റ്റേഡിയത്തിന് പരിസരത്ത് നിന്ന് ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരി പകർത്തിയ ഈ ദൃശ്യങ്ങളോടെ ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.